നമ്മളിന്നുള്ളത് ഡൽഹിയിലാണ്. നമ്മൾ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി വന്നേക്കുവാണ്. നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് 6ാമത്തെ ദിവസമാണ്. 6ൻ്റെ അന്ന് നമ്മൾ ഡൽഹി വന്നിട്ടുണ്ട്. അപ്പം ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി പോവാണ്. ആ ഒരു ഭാഗത്തായിട്ടാണ് ഇന്ത്യ ഗേറ്റ് വരുന്നത്. ഇന്ന് നമ്മുടെ കൂടെ നൗഫലിക്കാട് ഒരു കസിൻ ഡൽഹിയിലുണ്ടായിരുന്നു. പുള്ളിക്കാരിയും ജോയിൻ ആയിട്ടുണ്ട്. നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ നടന്നാണ് ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഇന്ത്യ ഗേറ്റ്. ഇതിനകത്ത് മരണപ്പെട്ടവരുടെ പേരൊക്കെയാണ് കുറിച്ച് വെച്ചിരിക്കുന്നത്. ആദ്യം ഇന്ത്യ ഗേറ്റ് കണ്ടു. ഇപ്പോൾ അടുത്തത് രണ്ടാമത്തത് കുത്തബ് മിനാർ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഇതാണ് ടിക്കറ്റ് നിരക്ക്. ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ 40 രൂപയും ATM എടുക്കുകയാണെങ്കിൽ 35 രൂപയാണ്. ഫോറിനേഴ്സിൻ്റെ ടിക്കറ്റ് നിരക്ക് ഇതാണ്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. നമ്മളിപ്പോൾ 6 പേരുണ്ട്. 6 പേർക്കുള്ള ടിക്കറ്റാണ്. 6 എണ്ണം ഉണ്ട്. ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുത്തബ് മിനാറിൻ്റെ ഒരു കോമ്പൗണ്ടിലോട്ട് കയറിയേക്കുവാണ്. നമ്മളിപ്പോൾ കുത്തബ് മിനാറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്.
കുത്തബ് മിനാറിൻ്റെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കുത്തബ് മിനാർ പണിയാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു. അത് വാർ നടന്ന സമയത്ത് പിന്നെ നടക്കാതായി. അതായത് ആ കാണുന്നതിനേക്കാട്ടിലും വലുത് പണിയാൻ വേണ്ടി പോയതാണ് ഇവിടെ. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ അല്ല മുമ്പേ കണ്ടതിനെക്കാട്ടിലും ഡബിളായിട്ട് പണിയാനിരുന്ന കുത്തബ് മിനാറിൻ്റെ ഇത്. അപ്പോഴത്തേക്കും വാർ വന്നുകൊണ്ട് പിന്നെ പണി നടന്നില്ല. ന്യൂസിലേക്ക് വന്നായിരുന്നു. മണ്ടക്കല്ലടാ നേരെ വീടാണ്. മിനാറെല്ലാം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ റെഡ് ഫോർട്ട് കാണാൻ വേണ്ടി വന്നേക്കുവാണ്. എൻ്റെ മോന് ഈ താറിനലുണ്ട്. ടിപ്പിക്കൽ പഞ്ചാബി വണ്ടി. ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് പോയി ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അകത്ത് കയറുന്ന കാഴ്ചകളൊക്കെ കാണാം. ടിക്കറ്റ് കൗണ്ടറിൽ നല്ല റഷാണ്. അതുകൊണ്ട് നമ്മൾ സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാനുള്ള പ്ലാനാണ്. ഇവിടെ അതിഭീഷണമായിട്ട് ഓരോ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുക. മാക്സിമം 5 അഡൽട്ട് അലോഡ്. ഒരു മിനിറ്റ് എല്ലാം എടുത്തു. നമ്മളപ്പം അകത്തോട്ട് കയറാൻ പോവാണ്. റെഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയേക്കുവാണ്. നല്ല തിരക്കൊക്കെ ഉണ്ട്. ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറാൻ പോവാണ്. ഫോർട്ടിൻ്റെ ഫസ്റ്റ് കവാടം ഇതുവഴിയാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. നമ്മളകത്ത് കയറി നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
റെഡ് ഫോർട്ടിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അതാ യുദ്ധം ആരംഭിക്കാം. രാജാവ് ഇറങ്ങി, ചക്രവർത്തി ഇറങ്ങി വന്നിരിക്കുന്നു. അതാ എത്തിയിരിക്കുന്നു. ആരവിടെ വാളെടുക്കൂ വിട്ടു. സേനാധിപ റെഡ് ഫോർട്ടിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകളാണ് ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത്. രാജാവ് ഇരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ള് മാർബിളാണ്. ഇതുകൊണ്ട് ഈ കാണുന്ന പാല വരെ മാർബിൾ. സ്റ്റോൺസ് ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇവിടെയൊക്കെ സ്റ്റോൺസ് ഉണ്ടായിരുന്നു പോയതാ. ഈ മേളിലൊക്കെ അത് കുറെ ബ്രിട്ടീഷ് ഞാൻ പണ്ട് കാലത്ത് ഈ ആനിമലിനെ ഫൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു ഏരിയ ഉണ്ട് താഴോട്ട്, അവിടെ ചില ആനിമൽ ഫൈറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗൈഡാണത്. ഗൈഡ് പറയൂ, ഇത് എന്തോ സ്ഥലമാണിത്? പറ, ചരിത്രം പറ. പോ അവിടുന്ന്. വെള്ളം ഈ ഗ്ലാസ്സൊക്കെ പിന്നെ നമ്മുടെ വണ്ടി പാർക്കിങ്ങിലോട്ട് കൊണ്ടുവന്നേക്കുവാണ്. ഉള്ളത് സരോജിനി മാർക്കറ്റിലാണ്. ചീപ്പായിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്ന ഒരു സ്ഥലമാണ് ഡൽഹിയിൽ. നമ്മളും കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. സരോജിനി മാർക്കറ്റിൻ്റെ ഓരോരോ സൈഡിലോട്ടാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അതാണ് നമ്മുടെ സ്പോൺസറെ
സ്പോൺസർ എല്ലാം വാങ്ങി തരത്തില്ലയോ? അപ്പം അഫ്ഗാനി ടൈപ്പ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുവാണ്. ഞാൻ അകത്ത് കയറിയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കും. ഇത് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇതാണ് നമ്മുടെ സ്പോൺസേഴ്സ്. അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട്, ഇനിയും വരാനുണ്ട്. അപ്പം നമ്മൾ ഡൽഹിയിൽ കാണാനുള്ളതെല്ലാം കണ്ടു. ഇപ്പം നമ്മൾ ഹരിയാനയിലുള്ളത്. നമ്മൾ കുളു പൊക്കോണ്ടിരിക്കുവാണ്. ഫേസ് അടിക്കാൻ വേണ്ടി കയറിയേക്കുവാണ്.